ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം വിവാഹ ജീവിതം എത്ര മനോഹരമാണെന്നുള്ള ആശയമാണ്. വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അഭിവാജ്യതയും മനസ്സിലാക്കി ജീവിക്കുന്ന അനേകം ദമ്പതികൾ നമുക്കുണ്ട്. അത് സഭയ്ക്ക് സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ്. എന്നാൽ സന്തോഷമില്ലാതെ ജീവിക്കുന്ന ദമ്പതികളും നമ്മുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ ആഴക്കുറവായിരിക്കാം, ആത്മീയതയുടെ ആഴക്കുറവായിരിക്കാം ഇതിന് ഒരു കാരണം. വ്യക്തിത്വ വൈകല്യവും അമിതമായ മദ്യപാനവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവുമെല്ലാം ഇന്ന് നമ്മുടെ കുടുംബജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ നമ്മുടെ ചില യുവതീ-യുവാക്കന്മാർക്ക് വിവാഹം കഴിക്കുവാനായിട്ട് ഭയമാണ്. വീണ്ടും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹബന്ധത്തെ നിരാകരിക്കുന്ന സംസ്കാരവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കത്തോലിക്കാ സഭയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം, മനോഹരമായിട്ടുള്ള ഈ ദൈവശാസ്ത്രം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിവാഹത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ഒരു നിർവചനം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ 1601 ഖണ്ഡികയിൽ ഇപ്രകാരം വിവാഹത്തെ നിർവചിക്കുന്നുണ്ട്: സ്ത്രീയും പുരുഷനും തമ്മിൽ ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന സൗഹൃദം ഉളവാക്കുന്ന വിവാഹ ഉടമ്പടി അതിൻ്റെ സ്വഭാവത്താൽ തന്നെ ദമ്പതികളുടെ നന്മയ്ക്കും സന്താന ഉൽപാദനത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. മാമോദിസ സ്വീകരിച്ച 2 വ്യക്തികൾ തമ്മിലുള്ള ഈ ഉടമ്പടിയെ കർത്താവായ ക്രിസ്തു ഒരു കൂദാശയുടെ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിർവചനത്തിൽ നിന്നും എന്താണ് വിവാഹത്തിൻ്റെ ലക്ഷ്യം, അതോടൊപ്പം തന്നെ വിവാഹത്തിൻ്റെ അഭിവാജ്യ ഘടകം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് എന്താണ് വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. വിവാഹത്തിൻ്റെ ഏറ്റവും അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ദമ്പതികൾ തമ്മിൽ ഒന്നാകുക എന്നുള്ളതാണ്. കമ്മ്യൂണിയൻ ഓഫ് കപ്പിൾസ്. ഇനി വിവാഹത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ ഒന്നായി തീരുക എന്നുള്ളതാണ്. കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. എല്ലാ ജീവിത അന്തസ്സുകളുടെയും ലക്ഷ്യം ദൈവത്തിൽ ഒന്നാകുക എന്നുള്ളതാണ്. വിവാഹ ജീവിതത്തിൽ സ്ത്രീയും പുരുഷനും ഒന്നായി തീർന്നുകൊണ്ട് ദൈവത്തിൽ ഒന്നാകുമ്പോൾ പൗരോഹിത്യ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരങ്ങളോട് ഒന്നായി തീർന്നുകൊണ്ട് ദൈവത്തിൽ ഒന്നാകുന്നു. ദമ്പതികൾ ഒന്നായി തീർന്നുകൊണ്ട് ദൈവത്തിൽ ഒന്നാകുന്നു. ദമ്പതികൾ ഒന്നായി തീരുന്ന പല പ്രവർത്തനങ്ങളാണല്ലോ ദാമ്പത്യ ജീവിതത്തിൽ നടക്കുന്നത്. ഉദാഹരണമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്, കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, ഭവനം നിർമ്മിക്കുന്നത്, ജോലി ചെയ്യുന്നത്, രോഗികളെ സന്ദർശിക്കുന്നത്, അതോടൊപ്പം തന്നെ അതിഥികളെ സ്വീകരിക്കാൻ, ഇതെല്ലാം ഇവരുടെ ഒന്നാകലിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ആത്യന്തികമായി ദൈവത്തിലേക്ക് എത്തിച്ചേരണം. ദൈവത്തിൽ ഇവർ രണ്ടുപേരും ഒന്നായി തീരണം. ഈ ഒന്നായി തീരലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദാമ്പത്യ ബന്ധം. അപ്പം അതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ദാമ്പത്യ ബന്ധവും ഈ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കേണ്ട ഒന്നാണ്. ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് അതിനെ നിർവചിക്കുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ദാമ്പത്യ ബന്ധം 2 വ്യക്തികളുടെ പ്രവൃത്തിയാണെങ്കിലും അത് ഏക സ്വഭാവമാണ് അതിനുള്ളത്. എന്തുകൊണ്ട് അതിന് ഏക സ്വഭാവമുണ്ട്? മറ്റൊന്നും കൊണ്ടല്ല, ദമ്പതികൾക്ക് 2 പേർക്കും ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവർ പൂർണ്ണമായിട്ട് പരസ്പരം കൊടുക്കുന്നു. തങ്ങളുടെ ശരീരത്തെയും വികാരങ്ങളെയും ആത്മാവിനെയും പൂർണ്ണമായിട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്വതന്ത്രമായിട്ടുള്ള അറിവോടും സമൂഹത്തോടും കൂടിയാണ് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ഇതിൻ്റെ അർത്ഥം, ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി, ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് എപ്പോഴും അതിന് ജീവദായകവും സ്നേഹദായകവും എന്നുള്ള അർത്ഥമുണ്ട്. ഇതൊരു നല്ല പ്രവൃത്തിയാണ്, സൽപ്രവൃത്തിയാണ്.
ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുടുംബം ഒരു കൂട്ടായ്മ എന്നുള്ള രേഖയിൽ അതിൻ്റെ 32ാമത്തെ കണ്ണികയിൽ ഈ സ്നേഹദായകവും ജീവദായകവും എന്നുള്ള അർത്ഥത്തെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദാമ്പത്യ ബന്ധവും ആത്യന്തികമായിട്ട് ചെന്ന് നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് ദൈവത്തിലേക്കാണ്. ഇനിയും ഈ ഒന്നായി തീരലിൻ്റെ ദൈവശാസ്ത്രം സ്നേഹമുള്ളവരെ അല്പം കൂടി നമുക്ക് മനസ്സിലാക്കാം. ഒന്നായി തീരലിന് ഉപയോഗിക്കുന്ന പദം ഇംഗ്ലീഷിൽ കമ്മ്യൂണിയൻ എന്നുള്ളതാണല്ലോ. അതിന് സുറിയാനിൽ ഉപയോഗിക്കുന്ന പദം സൗത്ത പൂസ എന്നുള്ള പദമാണ്. അതിന് ആഴത്തിലുള്ളൊരു ദൈവശാസ്ത്രമാണുള്ളത്. അത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ പദം ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയിലെ ഐക്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഈ പദം ഉപയോഗിക്കുന്നു. ദമ്പതികളുടെ ജീവിതത്തിലെ ഐക്യത്തെ സൂചിപ്പിക്കുവാനും സൗത്ത പൂസ എന്നുള്ള പദം ഉപയോഗിക്കുന്നു. ദാമ്പത്യ ബന്ധത്തെ അർത്ഥമാക്കുവാനും സൗത്ത പൂസ എന്നുള്ള പദം ഉപയോഗിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൽ ഒന്നായി തീർന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് അനുദിന ജീവിതത്തിൽ ഒന്നായി തീർന്നുകൊണ്ട് അതിൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ദാമ്പത്യ ബന്ധത്തിലും ഒന്നായി തീർന്നു കഴിയുമ്പോൾ ഒരു ദൈവിക മാനം നമുക്ക് കുടുംബജീവിതത്തിൽ കണ്ടെത്തുവാൻ സാധിക്കും. ഇത് ആത്യന്തികമായിട്ടും ഇത് ദൈവത്തിലേക്ക് എത്തിച്ചേരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വിവാഹത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് സുവാഹ. പൗരസ്ത്യ സുറിയാനി വിവാഹക്രമത്തിൻ്റെ തലക്കെട്ട് തന്നെ സുവാഹ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. സുവാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുകം, കെട്ടുക, അതുപോലെ തന്നെ ദമ്പതികൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഭാര്യയും ഭർത്താവും ഈ നുകത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ മിശിഹായിൽ കെട്ടപ്പെട്ട വ്യക്തികളാണ് ഈ ദമ്പതികൾ. നമ്മൾ ഒരുപക്ഷെ ചില അവസരത്തിൽ ചിന്തിക്കും, ഭർത്താവ് ഭാര്യയെ കെട്ടിക്കൊണ്ട് വരുന്നു, താലി കെട്ടിക്കൊണ്ട് വരുന്നു. ഈ താലിയിലൂടെ ദമ്പതികളെ ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ഒരാൾ മറ്റൊരാളെ കെട്ടിക്കൊണ്ട് വരുന്നതല്ല, മറിച്ച് മിശിഹായിൽ ഇവർ കെട്ടപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ താലി കെട്ടും ചെന്ന് നിൽക്കുന്നത് ഈ ഒന്നായി തീരലിലേക്കാണ്. അത് ആത്യന്തികമായും ദൈവത്തിൽ എത്തിച്ചേരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിവാഹക്രമത്തിലെ മറ്റൊരു ആചാരമാണല്ലോ, ആഘോഷമാണല്ലോ മന്ത്രകോടി അണിയിക്കുന്നത്. ഇനി ഈ മന്ത്രകോടിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അതിൻ്റെ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുമ്പോൾ നിൻ്റെ ദാസന്മാരെ കൃപാവരം കൊണ്ട് നിറയ്ക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഒരാളെയല്ല, ഈ രണ്ടുപേരെയും കൂടെ നിറയ്ക്കുകയാണ്. പുരുഷൻ സ്ത്രീയെ മാത്രം അണിയിക്കുന്ന ഒരു വസ്ത്രമല്ല, ഇവരെ രണ്ടുപേരെയും കൂടി മിശിഹ അണിയിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അർത്ഥമാക്കുന്നത് തുല്യതയെക്കുറിച്ചും അതോടൊപ്പം തന്നെ മാഹാത്മ്യത്തെക്കുറിച്ചുമൊക്കെയാണ്. ഇനി നമുക്ക് വിവാഹത്തിൻ്റെ അവിഭാജ്യ ഘടകത്തെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നും നാം ശ്രവിക്കുകയുണ്ടായി, ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ബന്ധം, അതാണ് ഐക്യം എന്ന് പറയുന്നത്. ഇത് ജീവിത അവസാനം വരെയുള്ള ബന്ധമാണ്. ഒരാളുടെ മരണശേഷം മാത്രമേ ആ ഉടമ്പടിയിൽ നിന്നും മാറുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ആശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുദിനം നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളെയും നമുക്ക് സമചിത്തതയോടെ അഭിമുഖീകരിക്കുവാനും ആഴത്തിലെ വിശ്വാസത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാനും സാധിക്കും. അതുകൊണ്ട് ലക്ഷ്യവും അഭിവാജ്യതയും മനസ്സിലാക്കുമ്പോൾ സ്നേഹമുള്ളവരെ, വിവാഹ ജീവിതത്തിൻ്റെ സൗന്ദര്യം ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി നമ്മൾ വിവാഹ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അത് കുറച്ചുകൂടെ മനോഹരമാക്കാം, അതിന് നമ്മളെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നത് പൗലോസ്ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ സ്ലീഹ പറയുകയാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെയായിരിക്കണം അവരുടെ വിധേയത്വം. മണവാട്ടിയായ തിരുസഭ മണവാളനായ ഈശോയ്ക്ക് എങ്ങനെ വിധേയമായിരിക്കുന്നു അതുപോലെയാണ് ഭാര്യയും ഭർത്താവും വിധേയരായിരിക്കേണ്ടത്. എത്രയോ മനോഹരമായിട്ടുള്ള ഒരു ആശയം. ഒരാൾ മറ്റൊരാളെ അടിച്ചമർത്തുകയല്ല, ഈശോയും സഭയും തമ്മിലുള്ള ബന്ധത്തെ പോലെയാണ്
ഈ പരസ്പര വിധേയത്വം കാണേണ്ടത്. വീണ്ടും ശ്ലീഹ 4 തരത്തിലുള്ള സ്നേഹത്തിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ വിവാഹ ജീവിതം നമുക്ക് കൂടുതൽ മനോഹരമാക്കാമെന്നാണ് പറയുന്നത്. അവിടുത്തെ ഒന്നാമത്തെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് അത് സ്വയം ഇല്ലാതായി തീരുന്ന ഒരു സ്നേഹമാണ്. എഫേസ്യൻകാരുടെ ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം അതിപ്രകാരമാണ്: അർഹതയില്ലെങ്കിലും അപരനെ സ്നേഹിക്കുന്നു. സഭയ്ക്ക് പ്രശ്നമുണ്ടെങ്കിലും ഈശോ തൻ്റെ രക്തം നൽകിക്കൊണ്ട് സഭയെ രക്ഷിച്ചു. അതുപോലെ ഭാര്യയ്ക്ക് അർഹതയില്ലെങ്കിലും ഭർത്താവിന് അർഹതയില്ലെങ്കിലും ഇവർ പരസ്പരം സ്നേഹിക്കണം. രണ്ടാമത് ശ്ലീഹ പറയുന്നത് സംശുദ്ധീകരിക്കുന്ന സ്നേഹമാണ്. അതെങ്ങനെയാണ് സാധ്യമായി തീരുന്നത്? ഈശോ സഭയെ സംശുദ്ധീകരിച്ചതുപോലെ ഭാര്യയും ഭർത്താവും പരസ്പരം സംശുദ്ധീകരിക്കണം. ഒരാളുടെ കുറവ് മറ്റൊരാളുടെ വിശുദ്ധ ജീവിതം കൊണ്ടാണ് സംശുദ്ധീകരിക്കുന്നത്. മൂന്നാമതായിട്ട് ശ്ലീഹ നമ്മളോട് പറയുന്ന, പ്രിയപ്പെട്ടവരെ, പരിഗണനയുടെ സ്നേഹമാണ്. നമ്മുടെ സ്വന്തം ശരീരത്ത് മുറിവ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് ശുശ്രൂഷ ചെയ്യും. അപ്പം അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനും പരിഗണന കൊടുക്കണം. അതാണ് പരിഗണനയുടെ സ്നേഹം പറയുന്നത്. അവസാനമായിട്ട് ശ്ലീഹ പറയുന്നത് വേർപെടുത്താൻ സാധിക്കാത്ത ഒരു സ്നേഹമാണ്, അൺബ്രേക്കബിൾ ലവ്. അപ്പോൾ ഇവിടെ ശ്ലീഹ പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം നാം നോക്കുക, അതിൻ്റെ 2-ാം അധ്യായം 24-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: അവരിരുവരും ഒരു ശരീരമായി തീരും, മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിച്ച് ഒരു ശരീരമായി തീരും. ആ ഒരു ശരീരമായി തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് വേർപെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ 4 തരത്തിലുള്ള സ്നേഹത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ദാമ്പത്യ ജീവിതം കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സാധിക്കും. ഇനി അവസാനം ശ്ലീഹ പറയുകയാണ്, 5-ാം അധ്യായം 32-ാമത്തെയും 33-ാമത്തെയും വാക്യത്തിലൂടെ പറയുകയാണ്, ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു മഹാരഹസ്യമാണ്. ഇതൊരു മിസ്റ്ററിയാണ്. ഇത് പവിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു കൂദാശയാണ്. ഈ കൂദാശ ദമ്പതികളുടെ ജീവിതത്തിലൂടെ വെളിവാക്കപ്പെടണം. ഒന്നിൽ ഇവർ ഈശോയ്ക്കും തിരുസഭയ്ക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതമായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ ജീവിതം ഇതിനെല്ലാം എതിരായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇതൊരു രഹസ്യമാണ്, ഇത് ഇവരുടെ ജീവിതത്തിൽ ഇതാ വെളിവാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ശ്ലീഹ പറയുന്ന ആശയങ്ങൾ കുടുംബജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബജീവിതത്തെ കുറച്ചുകൂടെ ധന്യമാക്കുവാൻ സാധിക്കും. അവസാനമായിട്ട് എങ്ങനെയാണ് നമ്മുടെ കുടുംബജീവിതത്തെ മനോഹരമാക്കുവാൻ സാധിക്കുമെന്നുള്ള സന്ദേശമാണ് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ തെർത്തുല്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. വളരെ നല്ലൊരു ഉപദേശമാണ്. നമുക്കിനിയും നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ഈ ഒരു ഉപദേശം മാത്രം നാം ശ്രവിച്ചാൽ മതി. ഞാനത് ഇപ്രകാരം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. തെർത്തുല്യൻ പറയുന്ന കാര്യം, അദ്ദേഹം പറയുകയാണ്, ഒരേ മതത്തിൽ പരിശീലിപ്പിക്കപ്പെടുന്ന ഒരേ ജീവിതശൈലി, ഒരാഗ്രഹവും ഒരു പ്രത്യാശയും, ഒരു യജമാൻ്റെ ദാസരെ പോലെ, സഹോദരീ സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന, ശരീരത്തിലോ മനസ്സിലോ വിഭജനം ഇല്ലാത്ത, ശരീരത്തിൽ 2 ആണെങ്കിലും ആത്മാവിൽ ഒന്നായി ജീവിക്കുന്ന ദമ്പതികളാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നു, ദൈവാരാധനയിലും സ്നേഹവിരുന്നിലും ഒരേ മനസ്സോടെ പങ്കുചേരുന്നു, സന്തോഷപൂർവ്വം പീഡനങ്ങളും കുരിശുകളും സഹിക്കുന്നു, പരസ്പരം ആശ്വസിപ്പിക്കുന്നു. അവർക്ക് രഹസ്യങ്ങളില്ല. ഒരാൾ മറ്റൊരാളുടെ സൗഹൃദത്തിൽ നിന്നും പുറത്തു പോകുന്നില്ല, പരസ്പരം ദുഃഖ കാരണമാകുന്നില്ല, രോഗികളെ സന്ദർശിക്കുന്നു, ആവശ്യക്കാർക്ക് സഹായം കൊടുക്കുന്നു, ഉത്കണ്ഠ കൂടാതെ അവർ ദാനധർമ്മം ചെയ്യുന്നു, മടി കൂടാതെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു, ഭക്താനുഷ്ഠാനങ്ങൾ മുടക്കുന്നില്ല, പരസ്യമായി കുരിശടയാളം വരയ്ക്കുന്നു, ആരും ആരെയും ഭയക്കുന്നില്ല, കീർത്തനങ്ങളിലൂടെ ദൈവത്തെ പുകഴ്ത്തുകയും
സങ്കീർത്തനങ്ങളും ഗാനങ്ങളും പാടുകയും ചെയ്യുന്നു. ഇത് കണ്ട് മിശിഹ സന്തോഷിക്കുന്നു, സമാധാനം ആശംസിക്കുന്നു. തെർത്തുല്യൻ പറയുകയാണ്, ഇങ്ങനെ ഒരു ജീവിത ശൈലിയിലൂടെ പോകുന്ന കുടുംബജീവിതത്തെ കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, കുടുംബജീവിതം എത്ര മനോഹരം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കിയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നും വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അതിൻ്റെ അഭിവാജ്യതയും മനസ്സിലാക്കി. ആ ലക്ഷ്യമെന്ന് പറയുന്ന ഇതാണ്: ദമ്പതികൾ ഒന്നായി തീർന്നുകൊണ്ട് ദൈവത്തിൽ ഒന്നാകുക. ഐക്യമെന്ന് പറയുന്നത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ഐക്യം, ജീവിത അവസാനം വരെയുള്ള ഐക്യം. അതോടൊപ്പം തന്നെ ഈ ദാമ്പത്യ ജീവിതം ദൈവസ്നേഹത്തിൽ വളരണമെങ്കിൽ ശ്ലീഹ പറയുന്ന പൊറുക്കുന്ന, ക്ഷമിക്കുന്ന, പരിഗണിക്കുന്ന, സംശുദ്ധീകരിക്കുന്ന, അതോടൊപ്പം തന്നെ സ്വയം ഇല്ലാതായിത്തീരുന്ന സ്നേഹത്തിലൂടെ ജീവിക്കാം. അവസാനമായിട്ട് നമ്മളുടെ കുടുംബജീവിതം കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ടുള്ള ഉപദേശമാണ് തെർത്തുല്യൻ നൽകുന്നത്. വെല്ലുവിളികൾ നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തെ കുറച്ചുകൂടെ ആഴപ്പെടുത്താം. അതോടൊപ്പം തന്നെ കത്തോലിക്കാ സഭയുടെ മനോഹരമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചുള്ള ഈ ദൈവശാസ്ത്രം ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.